ഹായ്, ഞാൻ പ്രതാപൻ. നിങ്ങൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ എല്ലാ വിജ്ഞാനപ്രദമായ വീഡിയോസുകളും നിങ്ങൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓരോ വീഡിയോകളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, അവർക്കും അത് പ്രയോജനപ്പെടട്ടെ. അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലുള്ള യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഈ വീഡിയോയിൽ കേരള പ്രവാസി പെൻഷൻ മാസവരി എങ്ങനെയാണ് ഓൺലൈനിൽ അടയ്ക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. ഇതുവരെയും കേരള പ്രവാസി പെൻഷൻ പദ്ധതിയിൽ ചേരാത്തവരാണെങ്കിൽ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ വീഡിയോയിൽ മാസവരി അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനായിട്ട് ഒന്നുകിൽ നമുക്ക് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്, അതായത് നമ്മുടെ ATM കാർഡ്, അതല്ലെങ്കിൽ നാട്ടിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ അവർക്ക് അതിലൂടെ അടയ്ക്കാം. ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയും. UPI പോലെയുള്ള അതർ പേയ്മെൻറ്റ് ഓപ്ഷൻ വഴിയും നമുക്ക് പേയ്മെൻറ്റുകൾ അടയ്ക്കാൻ മാസാമാസം 350 രൂപയാണ് വരിക്കാരായിട്ടുള്ളവർ. കേരള ഗവൺമെൻറ് 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള പ്രവാസികളായിട്ടുള്ള കേരളീയർക്ക് ഇപ്പോൾ 3500 രൂപ വെച്ചിട്ടാണ് 60 വയസ്സ് കഴിഞ്ഞവർ പ്രവാസിയായി 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷനായിട്ട് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. ആ പദ്ധതിയിൽ അംഗമായവരായ ഇവർക്ക് എങ്ങനെയാണ് ഓൺലൈനിലൂടെ പണമടയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളൊന്നെങ്കിൽ ഗൂഗിളിൽ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പ്രവാസി കേരള .org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മതി കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം വെബ്സൈറ്റിൻ്റെ പേര് പ്രവാസി കേരള .org എന്നാണ്. തെറ്റരുത്, ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഒന്നുകൂടെ മെൻഷൻ ചെയ്തിരിക്കാം. നിങ്ങളത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതിൽ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സൈറ്റിനകത്ത് നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് ക്ലിക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഓൺലൈൻ പബ്ലിക് ലോഗിൻ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. കിട്ടുന്ന സ്ക്രീനിൽ 4 ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അതിൽ പുതിയതായിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടവരാണെങ്കിൽ അവരേക്ക് ആ സെക്ഷനിലേക്ക് പോവുക. എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷനാണ്, ആൾറെഡി രജിസ്റ്റർ ചെയ്തു. അങ്ങനെയുള്ളവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി, ബാക്കി ആപ്ലിക്കേഷൻ മറ്റുള്ളതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ആൾറെഡി യൂസർ നെയിം പാസ്വേഡുമായി നമുക്ക് മെമ്പർഷിപ്പ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അത് യൂസർ നെയിമും പാസ്വേഡും അറിയാമെങ്കിൽ ലോഗിൻ ചെയ്യാം. അതെല്ലാം നമ്മൾക്ക് പേയ്മെൻറ്റിലേക്ക് ഡയറക്റ്റ് പോയാൽ മതി എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന സ്ക്രീനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മെമ്പർഷിപ്പ് നമ്പർ, നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് 200 രൂപ കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 1 വീക്കിനുള്ളിലോ അല്ലെങ്കിൽ 2 വീക്കിനുള്ളിലോ അവർ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ മെമ്പർഷിപ്പ് അപ്രൂവ്ഡ് ആക്കി തരും. അവിടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന നമ്പർ, മെമ്പർഷിപ്പ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾക്ക് കിട്ടിയ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. താഴെയുള്ള കോളത്തിൽ തൊട്ട് താഴെ ഒരു കോഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റീ എൻ്റർ ചെയ്യാനുള്ള നിർദ്ദേശം വരും. അത് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ വീണ്ടും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിൽ നമ്മുടെ പേരുണ്ടാവും, രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ് എന്നാണ്, അഡ്രസ്സ്, രജിസ്ട്രേഷൻ ടൈപ്പ് ഏതാണ്, മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ കഴിയും. അതിന് റൈറ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ്, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ്, നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ടത് എത്രയാണ്, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് നമ്മൾ എത്ര അടച്ചു എന്നുള്ളത് കാണും. പെൻഡിങ് എമൗണ്ട്, പിന്നെ പെനാൽറ്റി ടു ബി പെയ്ഡ്, നമ്മൾ അടയ്ക്കാൻ താമസിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെനാൽറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, അതിൻ്റെ ഫൈൻ ഉണ്ടെങ്കിൽ അത് കാണിക്കും. അതേപോലെ തന്നെ പെനാൽറ്റി പെയ്ഡ് ബൈ ദ മെമ്പർ, നമ്മൾ ഇതുവരെയും പെനാൽറ്റി ആയിട്ട് എത്ര അടച്ചു എന്നുള്ളത് കാണിക്കും. പെൻഡിങ് പെനാൽറ്റി എത്രയാണെന്ന് കാണിക്കും. അതർ എമൗണ്ട്, എക്സ്ട്രാ എന്തെങ്കിലും ഫീസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വിശദമായിട്ട് വായിച്ച് നോക്കുക. ഇപ്പോഴടയ്ക്കേണ്ടത് എന്താണെന്ന് പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട്
നമ്മൾ പേയ്മെൻറ്റ് ഏത് മോഡിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് ഗേറ്റ് വേ അത് നമ്മൾ തിരുത്താൻ നിൽക്കേണ്ട, അത് ആ ഡിഫൾട്ട് കിടക്കുന്ന തന്നെ സെലക്ട് ചെയ്യുക. പേയബിൾ എമൗണ്ട് ഇവിടെ നമുക്ക് എമൗണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിനുശേഷം പേ നൗ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ ഒരാളുടേത് വിവരങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. അയാൾക്ക് ടോട്ടൽ അടയ്ക്കേണ്ടത് എത്രയായിരുന്നു? 20,050 അയാൾ അടച്ച എമൗണ്ട് 19,700. പെൻഡിങ് എമൗണ്ട് 350. പെനാൽറ്റി മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ പേയ്മെൻറ്റ് മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ, പെനാൽറ്റി, സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി, നമ്മൾ എന്താണ് അടയ്ക്കുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എമൗണ്ടിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ നേരത്തെയുള്ള സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കിയെന്നേ ഉള്ളൂ. അടുത്ത പേജിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പേ നൗ പറയുക. പേ നൗ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന സംവിധാനം ഏതാണ്? ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് പറയുക, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് പറയുക, പേടിഎം ആണെങ്കിൽ പേടിഎം പറയുക, വാലറ്റ്, UPI എന്നിങ്ങനെ പല രീതിയിലുണ്ട്. അത് കാർഡ് നമ്പറും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTPയിലുള്ള പറഞ്ഞിരിക്കുന്ന നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ വരുന്നുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട, വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം വീണ്ടും മറ്റൊരു സ്ക്രീൻ വരും. വന്നു കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടെ തന്നെ പറയുന്നുണ്ട് പ്ലീസ് ഡു നോട്ട് റീഫ്രഷ് ഓർ ക്ലോസ് ദ വിൻഡോ. നിങ്ങൾ ഈ സമയത്ത് ഒന്നും ചെയ്യരുത്, നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഒരു സ്ക്രീനിൽ സക്സസ്ഫുള്ളി യുവർ പേയ്മെൻറ്റ് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ അതിവിടെ കാണിക്കും. മെമ്പർ ID, മെമ്പർ നെയിം, ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സേവ് ആസ് PDF പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടച്ച റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്തെടുക്കാൻ കഴിയും. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്കത് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു റെസിപ്റ്റ് ആയിരിക്കും. അതിനകത്ത് ഫുള്ളി നമ്മുടെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങളിത് കീപ്പ് ചെയ്തിരുന്നാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഈ പറയുന്നത് ക്വിക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്നതിലൂടെ തന്നെ അല്ലാതെ നമുക്ക് ലോഗിൻ ചെയ്തും നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് അടയ്ക്കാൻ കഴിയുന്നതാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഒരു യൂസർ നെയിം പാസ്വേഡും തന്നിട്ടുണ്ടാവും. ആ യൂസർ നെയിം പാസ്വേഡും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്ത് അതിലൂടെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും എനിക്ക് തരാനുണ്ടെങ്കിൽ ദയവായി കമൻസായിട്ട് അത് രേഖപ്പെടുത്താം. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ.